ഇതൊരു ചെറിയ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ഹോസ്പിറ്റൽ വ്ളോഗ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് വീഡിയോ എടുത്തൊരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അത്യാവശ്യം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ബാഗിനകത്തും കവറിനകത്തും ഒതുക്കുന്ന ഒത്തിരി ബാഗുകളൊന്നും കൊണ്ടുപോകാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ 2 വീലറിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയെല്ലാം ഉൾക്കൊള്ളിക്കണം. അപ്പോൾ ഫസ്റ്റ് കണ്ട ബാഗിനകത്ത് എൻ്റെ തുണികളും മറ്റു കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ച് ഈ ബ്ലാക്ക് ബാഗിനകത്ത് ഹസ്ബൻഡാണ് കൂടെ ഇരിക്കാൻ വരുന്നത്. അത് പിന്നെ ഈ കവറിൽ കാണുന്നതേ ഉള്ളൂ ഞങ്ങൾക്ക് പാത്രങ്ങൾ ഒത്തിരി ഒന്നും വേണ്ട. എനിക്കുള്ള ഫുഡൊക്കെ അവിടെ നിന്നുണ്ട്, ബൈസ്റ്റാൻഡറിനുള്ളതും ഉണ്ട്. പിന്നെ ഞങ്ങളെല്ലാം റെഡിയായി പോകാനൊക്കെ റെഡിയായിട്ട് ഇറങ്ങുക. അപ്പം ഞങ്ങൾ റെഡിയായി കുറേ നേരം നിന്നുണ്ടോ, ഭയങ്കര മഴ ആയതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി താമസിച്ച. ബാഗ് ചെയ്ത് റെഡിയായിട്ട് കുറേ നേരം കാത്തിരുന്നു. അവസാനം എന്തായാലും ഒരു ചാറ്റൽ മഴയത്ത് ഞങ്ങളങ്ങ് ഇറങ്ങി. കാരണം ബാഗ് ഫ്രണ്ടിലിരിക്കുന്നതുകൊണ്ട് റെയിൻകോട്ട് ഇട്ടും പോകാൻ പറ്റത്തില്ലല്ലോ, അത്ര സാധനങ്ങളങ്ങ് നനയത്തില്ലേ. ഞങ്ങൾ അവസാനം 1 മണി 12:45 സമയമൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ ഇറങ്ങി. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും പോകാനാണ് പറഞ്ഞത്, അഡ്മിറ്റ് ആവാൻ വേണ്ടി. ഉച്ചയാകുമ്പോൾ പോയാൽ മതിയെന്നാണ് പറഞ്ഞത്. ഡോക്ടറിനെ നേരത്തെ എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അഡ്മിറ്റ് ആവാൻ വേണ്ടി ഒന്നും കൂടി ഡോക്ടർ എഴുതി തരും, അത്രയേ ഉള്ളൂ. ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അടൂരുള്ള ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. അവിടെ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തി കേട്ടോ. ഹോസ്പിറ്റലിനോട് ചേർന്ന് അകത്ത് നമുക്ക് 2 വീലർ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഡോക്ടേഴ്സിൻ്റെയൊക്കെ കാറാണ്, അല്ലാതെ ഔട്ട് സൈഡിൽ നിന്നുള്ളതൊന്നുമില്ല, സ്റ്റാഫിൻ്റെയൊക്കെയാണ്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ അവർ തന്നെ പാർക്കിംഗ് ഉണ്ട്, സെക്യൂരിറ്റി ഒക്കെ ഉള്ള. അവിടെ ഞങ്ങൾ വണ്ടിയൊക്കെ വെച്ച് ഹെൽമെറ്റും അവിടെ വെച്ചിട്ട് ഞങ്ങൾ വന്നു. നല്ല വിശന്നിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ. അതുകൊണ്ട് ഫസ്റ്റിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ക്യാൻറ്റീനിലോട്ട് പോകുന്നു. ക്യാൻറ്റീനിൽ വന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി. ഒരു ബിരിയാണി ഒരു ഊണുമാണ് പറഞ്ഞേക്കുന്നത്. പൊളി സൂപ്പർ ഊണായിരുന്നു. അതിൻ്റെ കൂടെ പായസം സൈഡുണ്ടായിരുന്നു, റവേ സേമിയ പായസം. നല്ല ഊണായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ക്യാൻറ്റീനിൽ നിന്നൊക്കെ കിട്ടുന്ന വെച്ച് മറ്റ് ഹോസ്പിറ്റലിലൊക്കെ വെച്ച് നല്ല സൂപ്പർ ഊണൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് റൂമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഡോക്ടറിനെയൊക്കെ കണ്ട് അഡ്മിഷനെല്ലാം എഴുതി. റൂം കിട്ടാൻ കുറച്ച് ഡിലേ ആയിരുന്നു. വൈകിട്ടായപ്പോൾ ചായയൊക്കെ കുടിച്ച് പൊറോട്ടയും. ഞങ്ങൾ ഇപ്പോൾ സമയം ഒരു 7:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ആ സമയത്ത് വന്നേ, ഉച്ചയ്ക്ക് തൂണ് കഴിഞ്ഞിട്ട് റൂമിന് വേണ്ടി അത്രയും സമയം വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ നമുക്ക് റൂമെല്ലാം റെഡി ആയെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച്. ഇപ്പം സമയം 11:15 രാത്രി കേട്ടോ. നമ്മൾ ഡീലക്സിൻ്റെ റൂമായിരുന്നു പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ഡിലേ ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ പനിയുള്ള ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അവർ പോയി കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് റൂം കിട്ടത്തുള്ളൂ, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്. അപ്പോൾ റൂമൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കും കേട്ടോ, ഒന്നും തോന്നില്ല. കിട്ടിയ റൂമൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അയ്യോ അന്ന് കിടന്നാൽ മതി എന്നുള്ള രീതിയായിരുന്നു. നേരെ ഉറക്കത്തിലോട്ട് പോയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. യാ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നത്. ഒത്തിരി ടയേർഡായി, ഇത്രയും ടൈം ആയില്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.